അവനവൻ്റെ പൈസയൊക്കെ പോക്കറ്റിൽ കിടന്നാൽ മതി. നിയമം ഈ രാജ്യത്ത് നിയമമുണ്ട്. പൈസ ഉള്ളവനെന്നാൽ പിന്നെ ആരെയും കൊല്ലാമല്ലോ. നിയമമില്ലെങ്കിൽ ഒരാളെ എനിക്ക് ഇച്ചിരി പൈസ ഉണ്ട് അതുകൊണ്ട് ഒരാളെ കൊന്നേക്കാമെന്ന് വിചാരിക്കണം, അതൊന്നും പറ്റില്ല. നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്, അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇയാൾ മാത്രമല്ല റോഡിൽ കൂടെ പോകുന്നത്, വേറെ ആയിരക്കണക്കിന് ആൾ റോഡിൽ. ഇദ്ദേഹം സ്വിമ്മിംഗ് പൂള് പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ട് നീന്തന്നേ. കാരണത്താന്നോ പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തണ്ടായില്ല. വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുക, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. ഇതിനകത്ത് കാണിച്ചാൽ അതിൽ കോടതി പറഞ്ഞ കാര്യത്തിൽ അക്ഷരം പ്രതി കോടതിയുടെ ഉത്തരവിനോട് യോജിക്കുന്നു. ആ ഉത്തരവ് അക്ഷരം പ്രതി അനുസരിക്കും. ആ ഉത്തരവിൽ പറയുന്ന പ്രകാരം എന്തെങ്കിലും ഒരു ഉപദേശം വിട്ടുന്നൊരു നടപടിയുമായി ഗവൺമെൻറ് MVDയോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ കോടതി മുമ്പാകെ ഹാജരാവില്ല. കാരണം കോടതി അതിരൂക്ഷമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു ചോദ്യം തന്നെ എന്താണ് അതിൽ ഉദ്ദേശിച്ചത്, നിയമലംഘനത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. അത് പാലിച്ചിരിക്കും. നിങ്ങൾക്ക് കാണാം, കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ മറുപടി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നിയമപരമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ചെയ്യും.